ഓഫീസിലേക്ക് രാവിലെ വരുമ്പോൾ ശരണേച്ചി വിളിച്ചിട്ട് ചോദിച്ചു സ്വീറ്റ് കോൺ വാങ്ങിച്ചാലോ എന്ന്. അപ്പം ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ആ വാങ്ങിച്ചോന്ന്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ സാറില്ലാത്ത സമയത്താണ് കേട്ടോ സ്വീറ്റ് കോൺ പുഴുങ്ങാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ചായ വെക്കാൻ ഓൾറെഡി അവിടെ ഒരു പാത്രമൊക്കെ ഉണ്ട്. ഈ ബേസൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ ചേട്ടന്മാർ പണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാ. പിന്നെ പണ്ട് ഞങ്ങൾ ഒരു ദിവസം ചായപാത്രത്തിൽ മാഗി ഉണ്ടാക്കിയപ്പോൾ ബിന്ദു വെച്ചിട്ട് നല്ല ചീത്ത കിട്ടു. ചായക്ക് മാഗിയുടെ ടേസ്റ്റ് വരും അത്രേ. അതെങ്ങനെയാ വരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിൽ പിന്നെ ഞങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ബേസണിലാണ്. ബട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ബേസനും കാണാണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ തപ്പിപ്പിടിച്ച് എവിടെ നോക്കിയോ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഉണ്ടാക്കണത് കണ്ടിട്ട് അവര് കുശുമ്പായിട്ട് എങ്ങാനും എടുത്തു വെച്ചതാണോന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ സ്വീറ്റ് കോണിലേക്ക് വരാം. സ്വീറ്റ് കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പും മുളകൊക്കെ നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാട്ടാ. മുളക് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഉപ്പ് എന്ന് പറയുന്നത് പണ്ട് ഇവിടെ നിന്ന് ആരോ വാങ്ങിച്ചിട്ടുള്ളതാണ്. പണ്ട് എന്ന് പറയുമ്പോൾ 1-2 വർഷമായിട്ടുണ്ട് കേട്ടാ. ഉപ്പിന് എക്സ്പയറി ഡേറ്റ് ഇല്ലാന്ന് തോന്നുന്നു, അത് കാരണം പ്രശ്നമില്ല. പിന്നെ നാരങ്ങ ഉപ്പും മുളകൊക്കെ തേച്ച് സ്വീറ്റ് കോൺ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ.